ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ പുതിയൊരു SCRT സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഞാൻ നമ്മുടെ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള SCRTൻ്റെ ലിസ്റ്റുള്ള ക്ലാസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഉടനെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെ ആയിട്ടുണ്ട്. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും 8ാം ക്ലാസ്സിലെയാണ് കേട്ടോ. യൂണിറ്റ് 5 നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എല്ലാ ക്ലാസ്സിലും ഇത് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിലവിൽ വന്നത്? 1946 ഡിസംബർ 6 കേട്ടോ, എഴുതി വെച്ചോ. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതാണ് 1946 ഡിസംബർ 6. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിലവിൽ വന്നത്? 1946 ഡിസംബർ 6 ആരായിരുന്നു അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കേട്ടോ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അന്ന് എന്തായിരുന്നു? ആ സമിതിയിൽ 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. പിന്നെ ആ രൂപീകരണ വേളയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണ വേളയിൽ അതിലെത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 389 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1947 ശേഷം എന്തായി? അത് 299 അംഗങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളായും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം കുട്ടികൾ ടീച്ചറോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കും. ഇവിടെ കുറച്ച് കുട്ടികൾ ടീച്ചറോട് പറയുന്നത് ചോദിക്കുന്നുണ്ട്. ടീച്ചർ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. അത് ഞങ്ങളുടെ അവകാശമല്ലേ? ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. ശരിയാണ്. ഇവയൊക്കെ രാഷ്ട്രം ഭരണഘടനാപരമായി എല്ലാവർക്കും എങ്ങനെയുള്ളതാണ്? അനുവദിച്ചിട്ട് ഉള്ളതാണ്. ചൂഷണവും പിന്നെന്താണ്? തുറന്നു പറയാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണവും ഒക്കെ എന്ത് തന്നെയാണ്? ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളവയാണ് എന്നാണ് ടീച്ചർ പറയുന്നത്. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ്. അവകാശങ്ങൾ എന്നാൽ എന്താണ്? ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുക. നമ്മൾ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ എന്താണ്? രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ചിട്ട് അത് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ എന്ത് ചെയ്യണം? അത് നിയമം വഴി ആരാണ് നടപ്പിലാക്കേണ്ടത്? ഗവൺമെൻറ്റാണ് നടപ്പിലാക്കേണ്ടത്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പാക്കുന്നുണ്ട്. എന്താണത്? മൗലിക അവകാശങ്ങളാണ് അല്ലേ. ഇവിടെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും എന്തുണ്ട്? അവകാശമുണ്ട്.
ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എന്താണ് ജാതി മത വർണ്ണ എന്താണ് എല്ലാത്തിൻ്റെയും അതിലൊന്നും എന്താണ് വിവേചനങ്ങളില്ലാതെ എന്താണ് വളരെ അന്തസ്സുറ്റ തുല്യതയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം എന്താണ് എല്ലാവർക്കും അവകാശമുള്ളതാണ്. അത്തരത്തിൽ എന്താണ് സാർവത്രികമായിട്ട് മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു മൗലികാവകാശങ്ങളെന്ന് പറയുന്നു. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളുമായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അപ്പോൾ അന്തർദേശീയ തലത്തിൽ എന്തുണ്ട് മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായിട്ടുള്ള കുറച്ച് അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതെന്താണ് ചെയ്യുന്നത് രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇത്തരം അവകാശങ്ങൾ എന്താണ് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നു. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് അതിലേക്കുള്ള വഴി തെളിച്ചതെന്ന് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഇവിടെ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായിട്ട് മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകളാണ് മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടത്. ഇത് കഴിഞ്ഞ ഭരണഘടനാ ചാപ്റ്ററിലും ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ എന്ത് ചെയ്തു ജനങ്ങൾ നിർബന്ധിച്ചിട്ട് അവിടെ ഒപ്പുവെപ്പിക്കുകയുണ്ടായി. ഇതെന്താണ് ഒരു രാജാവും രാജാവിൻ്റെ ഭരണകൂടവും എന്താണ് നിയമത്തിന് അതീതരല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രമാണത്തിൽ ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് എന്ത് ചെയ്യാണ് നമ്മുടെ അവിടുത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും തത്വങ്ങൾക്കും അത് പിന്നീട് അടിസ്ഥാനമായി മാറി. കൂടാതെ എന്ത് ചെയ്തു ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് അതേപോലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ കൂടെ എന്ത് ചെയ്തു മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് മൗലികാവകാശങ്ങളിലേക്കുള്ള നാൾ വഴികൾ നോക്കാം. ഫസ്റ്റത്തെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു മാഗ്ന കാർട്ട പൗരാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. വർഷം ഓർത്തിരിക്കേട്ട 1215. അമേരിക്കൻ അവകാശ പത്രിക 1789. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖ ഏതാണ് അമേരിക്കൻ അവകാശ പത്രികയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരുവാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണ പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അമേരിക്കൻ അവകാശ പത്രികയിൽ ഉൾപ്പെടുന്നതെല്ലാം എന്തായി നമ്മളുടെ മൗലിക അവകാശങ്ങളിലേക്കുള്ള ഒരേടായിട്ട് മാറി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിക്കുന്ന അവകാശ രേഖ ഏതാണ് അമേരിക്കൻ അവകാശ പത്രികയാണ്. വർഷം ഓർത്തിരിക്കുക 1789. പിന്നീട് എന്താണ് ഉണ്ടായത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ 1789 ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മൗലികാവകാശങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടാനുള്ള ഒരു നാഴികക്കല്ലായിട്ട് മാറിയിട്ടുണ്ട്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖ ഏതാണ്? 1948 ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പം നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടാൻ കാരണമായിട്ടുള്ള നാഴികക്കല്ല് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മാഗ്ന കാർട്ട, പിന്നെന്താണ്? അമേരിക്കൻ അവകാശ പത്രിക, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഐക്യരാഷ്ട്രസഭയുടെ 1948 ഐക്യരാഷ്ട്രസഭയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ ഇത്രയും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മൗലികാവകാശങ്ങളിലേക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന അവകാശ രേഖകൾ മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിൻ്റെ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഇവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങളായിട്ട് എന്തുണ്ട്? ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇന്ത്യൻ ജനതയൊക്കെ അനുഭവിച്ചുകൊണ്ട് വന്ന അവകാശം, നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് നേരെ ഉണ്ടായ അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങളാണ്. മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാണ് ഭരണഘടനാ ദിനം? നവംബർ 26. എന്നാണ് ഭരണഘടനാ ദിനം? നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത് കേട്ടോ. ഭരണഘടനാ ദിനം നവംബർ 26 ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എവിടെയാണ് മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? ഭാഗം 3. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. എന്നാൽ എന്താണ്? നമ്മുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഭരണഘടനയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എല്ലാവരും എന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യരാണ്. പിന്നെന്താണ്? എല്ലാവർക്കും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒരവകാശമാണ് എന്ത് എന്ന് പറയുന്നത്? സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. ഈ അവകാശപ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനവും ഉറപ്പു നൽകുന്നുണ്ട്. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, പിന്നെന്താണ്? ബഹുമതികൾ നിർത്തലാക്കൽ. ഇതെല്ലാം എന്താണ്? സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിനു കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നമ്മുടെ ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധമായിരുന്നു ഈ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് മുന്നിലുണ്ടായിരുന്ന വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഒരവകാശം നമ്മൾ അനുഭവിച്ച് വന്നിട്ടുള്ള അവകാശ നിഷേധത്തിന് എതിരായിട്ടുള്ള ഒരു മൗലികാവകാശം. അത് എന്തിൽ പെട്ടിട്ടുണ്ട്? നമ്മുടെ മൗലികാവകാശത്തിൽ പെട്ടിട്ടുണ്ട്. ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇത് പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെയും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നുണ്ട്. എവിടെ മുതലാണ്? 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. 19 മുതൽ 22 വരെ. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം,
സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതിന് ഒരു കഥയുണ്ട് കേട്ടോ. നമ്മളെന്താണ് അഭിപ്രായം പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സമ്മേളിക്കാൻ കഴിയണം അല്ലേ. അപ്പോൾ അഭിപ്രായ പ്രകടനം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മേളനമാവും അല്ലേ. കൂട്ടത്തിൽ നിന്നിട്ട് നമ്മൾ സമ്മേളിക്കണം. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ സമ്മേളിച്ചാൽ മാത്രം പോരാ, നമ്മളവിടെ എന്ത് ചെയ്യണം, നമ്മൾ എത്ര ആൾക്കാർ കൂടിയോ അവർക്ക് എല്ലാവർക്കും കൂടെ നമ്മളൊരു സംഘടനയും കൂടെ രൂപീകരിക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, എന്നിട്ട് എന്ത് ചെയ്താൽ പോരാ, നമ്മൾ ആ സംഘടനയും കൊണ്ട് അവിടെ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ എവിടെയും നമ്മൾ സ്വതന്ത്രമായിട്ട് ആ സംഘടനയും കൊണ്ട് സഞ്ചരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, വെറുതെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്നാൽ കഴിയില്ലല്ലോ. നമുക്ക് എവിടെയെങ്കിലും എന്താണ് രാത്രിയൊക്കെ ആയാൽ നമുക്ക് ഉറങ്ങണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിക്കാനുള്ള സ്വാതന്ത്ര്യവും വേണം. എവിടെയെങ്കിലും താമസിക്കാനുള്ള സ്വാതന്ത്ര്യവും വേണം. പിന്നെന്താണ്, അവിടെ താമസിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ചിലവുകളും കഴിയണം. അപ്പോൾ എന്താണ്, നമുക്കിഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ ഇത്രയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെ ലിങ്ക് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അഭിപ്രായ പ്രകടനം, സമ്മേളനം, പിന്നെന്താണ് സംഘടന രൂപീകരണം, അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുക, പിന്നെന്താണ് എവിടെയെങ്കിലും താമസിക്കുക, പിന്നെന്താണ് താമസിച്ചാൽ മാത്രം പോരാ, നമുക്കെന്താണ് ചിലവുകൾ കഴിയണം. അപ്പോൾ നമ്മൾ തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങാനുള്ള ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇത്രയുമാണ് എന്തിൽ പറയുന്നത്, 19 അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവ കൂടാതെ എന്തൊക്കെയുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയവ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് എന്തൊക്കെ പ്രതിപാദിക്കുന്നത്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എല്ലാം പ്രതിപാദിക്കുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ എന്താണ്, യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് കൂടെ വിധേയമാണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ എന്താണ്, ഈ മൗലികാവകാശങ്ങളെല്ലാം എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എന്താണ്, ഇതെല്ലാം എന്താണ് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്നും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് പോകാം വിദ്യാഭ്യാസ അവകാശ നിയമം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 കേട്ടോ. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്താണ് പറഞ്ഞത്, 2002 86 ഭരണഘടനാ ഭേദഗതി ഓർത്തിരിക്കണേ. അനുച്ഛേദം 21A പ്രകാരം എന്തായി, വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം എന്തുവന്നു, പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ്, സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതിലൂടെ, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നല്ല നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം എന്താണ്, നിർബന്ധവും ഉറപ്പാക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഉൾപ്പെടുന്നത്. ഇനിയാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ശരിയാണല്ലേ, ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട്. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഏതെന്നൊക്കെയാണ്, നമ്മുടെ അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല, ഇതെല്ലാം എന്താണ്, ഈ ചൂഷണങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് നമുക്കൊരു സേഫായിട്ടുള്ളൊരു ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമജോലികളെയും മനുഷ്യക്കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്, എന്താണ്, അടിമത്തം നിരോധിക്കുകയാണ്. അടിമജോലികളെയും മനുഷ്യക്കച്ചവടത്തെയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 23. 24 എന്താണ്, ബാലവേല നിരോധനം. എന്താണ്, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നത് ഏതാണ്, ആർട്ടിക്കിൾ 24 അപ്പോൾ ഇതാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിൽ പറയുന്നത്. ഇനിയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിലെ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഓർത്തിരിക്കുക, എന്താണ് സ്വീകാര്യമായ മതം, അനുവർത്തിക്കാനുമുണ്ട്, അനുഷ്ഠിക്കാനുമുണ്ട്, പ്രചരിപ്പിക്കാനുമുണ്ട്. ഈ സ്വാതന്ത്ര്യം അവരുടെ മതം കേട്ടോ, സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്.
എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ മതങ്ങൾക്കും എന്താണ് തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തെയൊക്കെ എന്താണ് വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് എന്തായിരിക്കും, വിധേയമായിരിക്കും. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും എന്താണ്, ഒന്നാണ് എന്നുള്ളത് അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക അല്ലേ. ഇനി അടുത്തതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, അവരുടെ മറ്റ് വിഭാഗങ്ങളെക്കാൾ അവരെങ്ങനെയായിരിക്കും, എണ്ണത്തിൽ കുറവായിരിക്കണം. പിന്നെന്താണ്, അവരൊരു പ്രത്യേക ഭാഷയോ അല്ലെങ്കിൽ എന്താണ് പ്രത്യേക ഒരു സംസ്കാരം, ഒരു മതമോ ഒക്കെ എന്താണ് കീപ്പ് ചെയ്തിട്ട് പോകുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ജനവിഭാഗങ്ങളെ എന്തെന്ന് പറയുന്നത്, ന്യൂനപക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരം, ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. എന്താണ് പറഞ്ഞത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷ ലിപിയൊക്കെ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കാനുമുള്ള മാർഗങ്ങളെയാണ് എന്തിൽ പറയുന്നത്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇത് പ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്താനുമുള്ള ഈ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളിലൂടെ അവർക്ക് എന്താണ് അവകാശമുണ്ട്. അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുവാനും സാധിക്കും. ഇനി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മേൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മൗലികാവകാശങ്ങൾ ഒരു പൗരന് ലംഘിക്കപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയും എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആർട്ടിക്കിൾ ഇവിടെ മറന്നു പോകരുത്. സുപ്രീം കോടതി 32, ഹൈക്കോടതി 226. ഈ സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുന്നത്, പുനഃസ്ഥാപിക്കുന്നത്. ഇനി അങ്ങനെ എന്താണ്, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്നത് എങ്ങനെയാണ്, റിട്ടുകളിലൂടെയാണ്. സുപ്രീം കോടതി എങ്ങനെയാണ്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്, ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, 226 പ്രകാരമാണ് കേട്ടോ, ഓർത്തിരിക്കണേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ മൗലിക അവകാശങ്ങളിലൊക്കെ ആർട്ടിക്കിൾ നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ ഏത് മുതലാണ്? 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നത്. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിലോ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. നമ്മൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിനുള്ളതാണെങ്കിൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. 19-ലുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എന്താണ്, അഭിപ്രായ പ്രകടനം, സമ്മേളനം, പിന്നെന്താണ്, സംഘടനകൾ രൂപീകരിക്കുക, പിന്നെന്താണ്, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ളത്, താമസിക്കാനുള്ളത്, പിന്നെന്താണ്, കച്ചവടം, തൊഴിൽ തുടങ്ങാനുള്ളത്. ആ ഒരു ലിങ്കായിട്ട് തന്നെ പഠിക്കുക കേട്ടോ അത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെ മുതലാണ്? 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എവിടെ മുതലാണ്? ആർട്ടിക്കിൾ 23, 24. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23, 24. 23 അടിമത്ത നിരോധനം, പിന്നെന്താണ് 24 ബാലവേല നിരോധനം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര മുതലാണ്? 25 മുതൽ 28 വരെയാണ് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണേ. ഈ മതത്തിൻ്റെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർത്തിട്ട് പോവാം.
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? 25 മുതൽ 28 വരെ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ തൊട്ടേ പറഞ്ഞിട്ട് പോകും. ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തത് പറയേണ്ട വേറെ നിവൃത്തിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബേസൊക്കെ നോക്കിയിട്ട് പോവാം. അടുത്തതാണ് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29 മുതൽ എവിടം വരെയാണ്? 30 വരെയാണ് അല്ലേ. 29 30ഉമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ 32 എന്ത് പറയുന്നത്? ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത്. അവിടെ ഡോക്ടർ BR അംബേദ്കറിനെ ഓർത്തിരിക്കണേ. 226 32 226 ഓർത്തിരിക്കുക അവിടെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. നാൾവഴികൾ നോക്കി. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിട്ടുകൾ. മിക്കവാറും പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നതാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് അതേതാണ്? അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏതെന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കൂ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഹേബിയസ് കോർപ്പസ് എന്താണ്? അന്യായമായിട്ട് ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ എന്താണ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി എന്താണ് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്നാൽ എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത് എന്ന് പറയുന്നത് മാൻഡമസ് എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് അയാളുടെ നിയമപരമായിട്ടുള്ള കടമ നിർവഹിക്കാതിരിക്കുന്നത് മൂലം എന്താണ് വേറൊരാളുടെ അവകാശം എന്താണ് അവിടെ ഹനിക്കപ്പെടുകയാണ്. അങ്ങനെ കോടതി കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ് കേട്ടോ. അടുത്തതാണ് പ്രൊഹിബിഷൻ. തങ്ങളുടെ അധികാരപരിധിയിൽ വരാത്തൊരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടിട്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് എന്തെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഹിബിറ്റ് ചെയ്യുക, തടഞ്ഞു നിർത്തുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പ്രൊഹിബിഷൻ എന്താണ്? ഈ കീഴ്ക്കോടതികൾ എന്താണ് അവരുടെ അധികാരപരിധിയിൽ വരാത്തൊരു കേസ് പരിഗണിക്കുകയാണ്. അപ്പോൾ അത് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഒരു വിലക്ക്, അതിനെയാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് കൊവാറൻറ്റോ. എന്തധികാരം എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. കൊവാറൻറ്റോ ഒരു ഉദ്യോഗസ്ഥൻ അത് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ് കൊവാറൻറ്റോ എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് അവർക്ക് അർഹതയല്ലാത്തൊരു സ്ഥാനം വഹിക്കാൻ പോവുകയാണ്, അപ്പോൾ അത് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ റിട്ടാണ് ഏതെന്ന് പറയുന്നത് കൊവാറൻറ്റോ എന്ന് പറയുന്നത്. ഇനിയാണ് സെർഷ്വററെ. ഏതാണ്? കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് എന്തെന്ന് പറയുന്നത് സെർഷ്വററി എന്ന് പറയുന്നത്. കീഴ്ക്കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് എന്ത് ചെയ്യാണ് അത് സുപ്രീം കോടതിയിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഹൈക്കോടതിയിലേക്കൊക്കെ എന്താണ് കൈമാറ്റം ചെയ്യാനുള്ള ഒരു ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത് സെർഷ്വററി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും റിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വയ്ക്കുക, പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. പോസ് ചെയ്തിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നോക്കാം കേട്ടോ. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും എന്തുണ്ട്? തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം എന്തുണ്ട്? സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് കൈവരിക്കാനുള്ള ആശയങ്ങളെയാണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ നമുക്ക് 32 226 വഴിയൊക്കെ നമുക്ക് എന്താണ് സമീപിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ എന്താണ് നമുക്ക് കോടതി വഴി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓർത്തിരിക്കണേ. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. ഏതാണ്? ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? ഭാഗം 3 മൗലികാവകാശങ്ങളാണ്. ഭാഗം 4 ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. ആർട്ടിക്കിൾ ഏത് മുതലാണ്? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്നുദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ
ഉദാരാശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഉദാര ആശയങ്ങളാണ് കേട്ടോ. അതിലെന്തൊക്കെയാണ് പെടുന്നത്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും എന്താണ്? അഭിവൃദ്ധിപ്പെടുത്തുക. പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി വന്യജീവി സംരക്ഷണം. ഇത്രയും എന്താണ്? ഉദാര ആശയങ്ങളാണ് കേട്ടോ. ഉദാര ആശയങ്ങളിൽ ഏതൊക്കെയാണ് പെടുന്നത്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായിട്ടുള്ളൊരു നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി വന്യജീവി സംരക്ഷണം. ഇനി സോഷ്യലിസ്റ്റ് ആശയങ്ങളാണെങ്കിലോ, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് എന്ത് വേണം? തുല്യവേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. സോഷ്യലിസ്റ്റിൽ ഫുള്ള് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ്. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഫുള്ള് ഫുള്ള് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം. എന്താണ്? ആ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഉണ്ട്. അവർക്ക് എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം തന്നെ കൊടുക്കണം. പിന്നെ ആ വ്യവസായശാലകളുടെ നടത്തിപ്പിൽ ആ തൊഴിലാളികൾക്ക് ഒരു പങ്കാളിത്തം വേണം. പിന്നെ അവർക്ക് എന്താണ്? തൊഴിൽ ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? നീതിപൂർവവും മാനുഷികവുമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുകയും വേണം. പ്രസവാനുകൂല്യങ്ങളും എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഇത് ഏതിൽ പെടുന്നു? സോഷ്യലിസ്റ്റ് ആശയങ്ങളിലാണ് പെടുന്നത്. ഇനി നമുക്ക് ഗാന്ധിയൻ ആശയങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിക്കുക, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധാനം. അപ്പോൾ ഇത് 3 ഞാൻ ആദ്യം പറയാം, കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് അല്ലേ. ഗ്രാമപഞ്ചായത്ത്, കുടിൽ വ്യവസായം, ലഹരി പാനീയങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധാനം. ഇനി വേറെന്തൊക്കെയാണ്? കൃഷിയും മൃഗസംരക്ഷണവും. പിന്നെന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഇത്രയും എന്തിൽ പെടുന്നതാണ്? ഗാന്ധിയൻ ആശയങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്ക് മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് മൗലികാവകാശങ്ങളിലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് എന്താണ്? പരിധിയുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്വകാര്യതയ്ക്കൊക്കെയുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിലെല്ലാം എന്താണ്? ഗവൺമെൻറ്റിന് പരിധികളുണ്ട്. പക്ഷേ നിർദ്ദേശക തത്വങ്ങളിൽ എന്താണ്? പരിധികളില്ല. പകരം എന്താണ്? ചില കാര്യങ്ങൾ ചെയ്യാൻ എന്താണ്? ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. ശരിയല്ലേ? മൗലികാവകാശങ്ങൾ എങ്ങനെയാണ്? വ്യക്തിയുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ്? മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് കോടതി വഴി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ്? സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമമാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആ ഗാന്ധിയൻ, ഉദാരം, പിന്നെന്താണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ എന്താണ്? എല്ലാ തരത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം എന്ത് ചെയ്യുന്നുണ്ട്? നിർദ്ദേശക തത്വങ്ങളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. പക്ഷേ എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ഓർത്തു വയ്ക്കുക, മൗലികാവകാശങ്ങളിൽ ഭേദഗതി ചെയ്യാൻ ഒരുപാട് സങ്കീർണമായിട്ടുള്ള, ഒരുപാട് കൂടിക്കുഴഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. പക്ഷെ നിർദ്ദേശക തത്വങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന വളരെ ലളിതമാണ്. പിന്നെ നിയമനിർമ്മാണത്തിലൂടെ നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യും. ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ശരിയല്ലേ? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നു? രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ജനങ്ങളുടെ തീരുമാനങ്ങളാണ്
എന്ത് ചെയ്യുന്നത്, അവിടെ നടക്കുന്നത്. പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ് ചെയ്യുന്നത്, സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവിടെ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെന്താണ് സാമൂഹികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എന്താണ് അങ്ങനെയുള്ളൊരു ജനാധിപത്യത്തെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സാക്ഷാത്കരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിർദ്ദേശക തത്വങ്ങൾ പ്രായോഗികത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്ത് പറയുന്നത്, രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. അത് വളരെ ലളിതമാണ്. അതിൽ ഭേദഗതി വരുത്തുന്നത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 1993 നഗരപാലിക നിയമം, പഞ്ചായത്തി രാജ് എന്നിവ ഏതാണ്, ഗാന്ധിയൻ ആശയമാണ്. അതെന്താണ്, ഈ നിയമനിർമ്മാണത്തിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് നമ്മുടെ ഈ 93 എന്ത് ചെയ്യുന്നത്, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ആ ഒരു കാര്യത്തെ എന്ത് ചെയ്യണം, അവരവിടെ ക്ലാരിഫൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഏതാണ്, ഉദാര ആശയമായിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദാര ആശയത്തിൽ നമ്മൾ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്, 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി 86 പരിസ്ഥിതി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് എന്താണ്, ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. എങ്ങനെ, 86 പരിസ്ഥിതി സംരക്ഷണം എങ്ങനെ തന്നെയാണ്, ഉദാരാശയത്തിൻ്റെ പ്രതിഫലമാണ്, അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഇനി 76 തുല്യവേതന നിയമം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സോഷ്യലിസ്റ്റ് ആശയങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം എന്താണ്, പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയതാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ഉദാരമായിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ നിർദ്ദേശക തത്വങ്ങളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ട് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഒരു രണ്ടാൾക്കാർ ഒരു കുട്ടി ഒരു വക്കീലോട്ട് അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ട്. സൗജന്യ നിയമസഹായം എന്ന നിർദ്ദേശക തത്വം നടപ്പിൽ വരുത്താതിരുന്നാൽ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സൗജന്യ നിയമസഹായം പറ്റില്ല. സൗജന്യ വിദ്യാഭ്യാസം പോലുള്ള മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുക. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് പറയുന്നത് കേട്ടോ. എന്താണ്, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മാത്രമാണ് സുപ്രീം കോടതിയെ എന്താണ് സമീപിക്കാൻ കഴിയുള്ളൂ. പക്ഷേ സൗജന്യ നിയമസഹായം എന്ന് പറയുന്നത് എന്താണ്, നിർദ്ദേശക തത്വമാണ്. അത് ലംഘിക്കപ്പെട്ടാൽ എന്താണ്, നമുക്ക് കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇനി ഇവിടെ മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇത് ആര് പറഞ്ഞതാണ്, സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞതാണ്. ഈ കോട്ടൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി അഥവാ എക്സാമിനെങ്ങാനും ചോദിച്ചാലോ, പ്രിലിംസിന് ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പതിവാണ്. ഓരോരുത്തരും ഓർക്കേണ്ടത് എങ്ങനെയാണ്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായിട്ടുള്ള ചുമതലകളും ഉണ്ടെന്നാണ്. ആര് പറഞ്ഞു, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകളാണിവ. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യൻ പൗരർക്ക് അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. പൗരർ പാലിക്കേണ്ടതായ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. ഓർത്തു വെച്ചോളൂ. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. സ്വരൺ സിംഗ് മൗലിക കർത്തവ്യം. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം
4A ഭരണഘടനയിൽ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. അപ്പോൾ എന്ത് ചെയ്യുന്നു, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു, ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു പുതിയ ഭാഗം കൂട്ടിച്ചേർക്കുകയാണ്. ഏത് പേരിൽ, മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ 4A എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൂട്ടിച്ചേർക്കുകയാണ്. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, 51A എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഭരണഘടനയുടെ ഭാഗമായിട്ട് തീർന്നിട്ടുള്ളത്. പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ്. ഇത് നമ്മുടെ എല്ലാ സ്കൂൾ ടെക്സ്റ്റിൻ്റെ പിന്നിലും ഉണ്ടാകുന്നതാണല്ലേ മൗലിക കർത്തവ്യങ്ങൾ. എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അപ്പം മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്, 11. ഇവയിൽ ചിലത് ധാർമ്മികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായതുമാണ്. പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് കൂടി ബോധമുള്ളവരാകണമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം. എന്താണ്, പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ എന്താണ്, അവർക്ക് മൗലിക കടമകളെക്കുറിച്ചുള്ളൊരു ബോധം കൂടെ വേണമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ബോക്സിൽ ഒരു സ്ത്രീ സംസാരിക്കുന്നതാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യയുടെ മേലെ എന്തെങ്കിലും കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ പൗരർ ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ടെന്ന് ഭരണഘടന അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലെ ഈ ഒരു ബോക്സിൽ വരുന്ന കാര്യമാണ് പലപ്പോഴും വരാറുള്ളത് കേട്ടോ എക്സാമിന്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായിട്ടാണ് പൗരർ ചില കടമകൾ അനുഷ്ഠിക്കേണ്ടതുണ്ടെന്ന് ഭരണഘടന പറയുന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്, നിർദ്ദേശക തത്വമാണ്. ഇത് പലപ്പോഴും മൗലിക അവകാശങ്ങളിൽ തന്നിട്ട് എന്താണ്, അതിൽ തെറ്റായത് ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷന് ആവാറുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കേണ്ടത് എന്താണ്, ഒരു പൗരരുടെ കടമയാണ്. അപ്പോൾ അതെന്തിൽ വരുന്നു, മൗലിക കർത്തവ്യത്തിലാണ് വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇത് 2 കൊടുത്തിട്ടുള്ളത്. ബാക്കി കുറച്ച് മേലെ കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കി നമുക്ക് അതിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാം. നമ്മുടെ ഭരണഘടന വ്യക്തികളുടെ അന്തസ്സുറ്റ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങൾ മൗലികാവകാശങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. ഒപ്പം സാമൂഹ്യക്ഷേമത്തിനുള്ള രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും നിലനിൽപ്പിനും ഉതകുന്ന മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ ഭരണഘടന അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു സംഹിതയായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളിതിൽ മൗലികാവകാശങ്ങൾ, പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്താണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. റിട്ടുകളൊക്കെ നന്നായിട്ട് പഠിക്കണേ. ഇത് ഭരണഘടനയുടെ ബേസിക് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട്. കുറേ ഹാർട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ തരാറുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ.